ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മുടെ സ്കിന്നിനും ഒരുപാട് നല്ലതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു 5 ഫ്രൂട്ട്സ് പരിചയപ്പെട്ടാലോ? ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫ്രൂട്ട് അവോക്കാഡോ ആണ്, അഥവാ നമ്മുടെ സ്വന്തം വെണ്ണപ്പഴം. ഇത് കഴിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ UV റേസ് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ആയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവോക്കാഡോ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുഴുവൻ അവോക്കാഡോ അങ്ങനെ തന്നെ ഫ്രൂട്ടായിട്ട് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സാലഡ് രൂപേണ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിൽ, അതായത് വീറ്റ് ബ്രെഡിൽ ഈ അവോക്കാഡോ പേസ്റ്റ് ആക്കിയതിന് ശേഷം അത് തേച്ച് പിടിപ്പിച്ചിട്ട് അത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് പല രീതിയിൽ അവോക്കാഡോ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാരങ്ങയാണ്. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നാരങ്ങ എന്ന് പറയുന്നത്. ഇതിനകത്ത് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കും. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് നമ്മുടെ ചർമ്മം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിന് പുറമെയായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മായ്ക്കാനും നാരങ്ങ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആക്നെ ബ്രേക്ക്ഔട്ട്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. നാരങ്ങ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഒന്നെങ്കിൽ ചെറിയ നാരങ്ങ പിഴിഞ്ഞതിന്റെ ജ്യൂസ് എടുത്ത് അല്പം ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കി അത് കുടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അത് സാലഡിൽ ഒഴിച്ചതിന് ശേഷം അങ്ങനെ സാലഡ് കഴിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് നാരങ്ങ കഴിക്കാം. നാരങ്ങ വെള്ളം ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് BP യുടെ പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിട്ട്, ഷുഗർ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ BP യുടെ പ്രശ്നമില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നാരങ്ങ വെള്ളമായിട്ട് കുടിക്കുകയും ചെയ്യാം. അപ്പോൾ നാരങ്ങയാണ് നമ്മുടെ രണ്ടാമത്തെ പൊസിഷനിലുള്ള ഫ്രൂട്ട്. മൂന്നാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. വൈറ്റമിൻ സിയാൽ സമ്പന്നമായിട്ടുള്ള ഒരു സിട്രസ് ഫ്രൂട്ട് തന്നെയാണ് ഓറഞ്ചും. ഓറഞ്ച് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡാമേജ്, അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ കൊളാജൻ ഉൽപാദനം ഉത്തേജിപ്പിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. ചർമ്മം ക്ലിയറും ഹെൽത്തി ആയിരിക്കാനും ഓറഞ്ചും സഹായിക്കും. ഓറഞ്ച് നമുക്ക് ഫ്രൂട്ടായിട്ട്, ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട്, അതായത് ഷുഗർ ആഡ് ചെയ്യാത്ത ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട്, അതല്ലാതെ നമുക്ക് സാലഡുകളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കാവുന്നതാണ്. ഇനി ഓറഞ്ച് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ ജ്യൂസ് സ്ക്വീസ് ചെയ്തെടുത്തതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൗഡറുകളുടെ കൂടെ മിക്സ് ആക്കി അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി തന്നെ നമുക്ക് ഫേസിൽ ഒരൽപ്പം വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഓറഞ്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേത് വാട്ടർ മെലൺ, അഥവാ നമ്മുടെ സ്വന്തം തണ്ണിമത്തനാണ്. 92% വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൂട്ട് തന്നെയാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. നമ്മുടെ ചർമ്മത്തെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആക്കാനും ഇതിലും നല്ലൊരു ഫ്രൂട്ട് വേറെ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ B2, അതുപോലെ വൈറ്റമിൻ B6 എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ ഹെൽത്തി ആക്കി വെക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാട്ടർമെലൺ വേണമെങ്കിൽ അങ്ങനെ തന്നെ അരിഞ്ഞ് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ് തയ്യാറാക്കി ഷുഗർ ആഡ് ചെയ്യാതെ കുടിക്കാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ വാട്ടർമെലണും യൂസ് ചെയ്യാം. അഞ്ചാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് പൊമോഗ്രാനൈറ്റ്, അഥവാ നമ്മുടെ മാതള നാരങ്ങയാണ്. മാതള നാരങ്ങ ശരിക്കും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ധാരാളം പോഷകങ്ങളും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മം സൂപ്പർ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആക്കി വെക്കാനും ഇതൊന്ന് സഹായിക്കുന്നുണ്ട്. ഹൈപ്പർ പിഗ്മെന്റേഷൻ മിനിമൈസ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇന്റേണലിയും എക്സ്റ്റേണൽ ആയിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ജ്യൂസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയോ മാതള നാരങ്ങ കഴിക്കാം. മാതള നാരങ്ങയുടെ ജ്യൂസ് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മുടെ ഫേസിൽ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. സോ മാതള നാരങ്ങയാണ് 5th പൊസിഷനിലുള്ള നമ്മുടെ ഫ്രൂട്ട്. ഓൾമോസ്റ്റ് ഒരുപാട് ഫ്രൂട്ട്സ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടുള്ള 5 ഫ്രൂട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. യാതൊരുവിധ കുഴപ്പമില്ല. സോ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.